എന്നോട് ഇതൊക്കെ ചോദിക്കുന്നെങ്കിൽ എങ്ങനെ ധൈര്യം വന്നൊരു മതവും രാഷ്ട്രീയവും ഇത് രണ്ടും ഭയങ്കര പ്രശ്നമാണ്. എന്ത് പറഞ്ഞാലും അത് വിഷയമായിട്ട് മാറും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വരുമെന്ന് ഉള്ളത് ഹരിപത്മനാഭത്തിനോട് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ആര് മുഖ്യമന്ത്രിയാവും? ഹരിചേട്ടാ നമസ്കാരം. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തെയും പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ ലൈംഗികപരമായ കാര്യങ്ങൾ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നെങ്കിൽ എങ്ങനെ ധൈര്യം വന്നൊരു ഞാനത് സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ എല്ലാ കാര്യത്തിനും കൃത്യമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഹരിചേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടാണ്. അല്ല, അപ്പോൾ അത്തരത്തിൽ ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയക്കാരുടെ ലൈംഗിക ബന്ധങ്ങൾ വീണ്ടും ആയുധമാക്കുമ്പോൾ അതിന്റെ അലയൊലികളാണോ ഈ രാഹുൽ മാങ്കൂട്ടവും മറ്റു കാര്യങ്ങളൊക്കെ? ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മാതൃകയാകേണ്ടുന്ന ആളുകളാണ് പൊതുവെ. ശ്രദ്ധിക്കണം. നമ്മള് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. കാരണം അദ്ദേഹം പഠിച്ച കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്താ പറയുക, നമ്മൾ ഒത്തിരി ശത്രുക്കൾ നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ എന്തും വരാം. ഇപ്പം ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, കള്ളമായിരിക്കാം, ന്യായമായിരിക്കാം, എന്തായാലും നമുക്ക് നിയമത്തിന്റെ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടാവുമ്പം നമ്മൾ അത്രയും കരുതലോടുകൂടി ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. ഇല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. പിന്നെന്താ വെച്ചാൽ മലയാളികളുടെ ഒരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അഴിമതിയേക്കാൾ കുറച്ചുകൂടി പൊതുവിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഇപ്പം ഇതിപ്പം ഞാൻ പറയട്ടെ, ഞാനും താങ്കളും ഉൾപ്പെടുന്ന കൂട്ടമാണല്ലോ ഈ മലയാളികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചാനലില് വിലക്കയറ്റത്തെ പറ്റി ചർച്ച ചെയ്യാണെന്ന് വെച്ചു, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ പറ്റി ചർച്ച ചെയ്യുകയെന്ന് വെച്ചു. തൊട്ടപ്പുറത്തെ ചാനലിൽ ഒരു നേതാവിന്റെ പീഡനത്തെ പറ്റി ചർച്ച ചെയ്യുകയാണെന്ന് വെച്ചു. നമ്മൾ ഏത് കാണും? അല്ല, അപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ ലൈംഗിക വൈകൃതങ്ങളെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ രണ്ടുപേരും ഏത് കാണും? നിങ്ങൾ ഏത് കാണും? ഞാൻ വിലക്കയറ്റത്തെ പറ്റിയുള്ള അത് ഇതൊരു പ്രശ്നമാണ്. നമ്മൾ കാണാം. നമ്മള് അപ്പം എന്താണോ നമുക്ക് ആവശ്യം അത് തരിക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരാളുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കാൻ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു വിഷയം ഒരു മനുഷ്യനെ തകർക്കുന്നതിന് വേണ്ടി, അതായത് ചേട്ടൻ പറഞ്ഞ പോലെ മലയാളികൾ പൊതുവെ ഇത്തരം ഇക്കിളി കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു മനുഷ്യനെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെക്സ് എന്ന ഫാക്ടർ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്ന ഫാക്ടർ എടുത്തെറിയുമ്പോൾ അത് പൊതുബോധത്തിന് മുമ്പിലേക്ക് എടുത്തെറിഞ്ഞ് തകർക്കുന്ന ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞു, അതിൽ ഫാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. ഫാക്ട് ഇല്ലെങ്കിലാണ് അതില് ഇപ്പൊ വെറുതെ ഒരു ആരോപണം. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സംഭവമാണ്. അതായത് ഒരു പ്രൊഫഷണൽ, ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞ ആള് പറഞ്ഞു, ഒരിക്കലും ആളെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ എങ്ങും പ്രസന്റ് ചെയ്യില്ലെന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. ആളുടെ പേരോ ഡീറ്റെയിൽ പറയുന്നില്ല. പ്രൊഫഷണലി ആൾക്കെതിരെ ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു, കൂടുതൽ പൈസ ഒരു ആവശ്യത്തിന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പരാതി കൊടുക്കുന്ന ഇയാള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ചാർജ് ചെയ്തില്ല. പക്ഷെ ഈ പരാതി കൊടുത്തു എന്നുള്ളത് അത്യാവശ്യം അവിടെ എല്ലാം അറിയുകയും ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ബന്ധു ഇതറിഞ്ഞ് ടെൻഷൻ കയറി സ്ട്രോക്കായി പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അപ്പൊ ഇവർ ഈ കൊടുത്ത പരാതി ഇവർ തിരിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് മേടിച്ചു. അന്ന് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവര് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് കേട്ടത്, എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത്. അപ്പൊ ഇതൊരു എന്ന് വെച്ചാൽ ഫാബ്രിക്കേറ്റഡ് ആണ്. പക്ഷെ ഒരാളുടെ ജീവിതത്തെ തകർക്കാൻ അത് മതി. അപ്പം ഇതിപ്പം ഈ മാധ്യമങ്ങളുടെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഈ യൂട്യൂബേഴ്സിനെ എല്ലാ മുൻഗണ മാധ്യമങ്ങളും കുറ്റം പറയാറുണ്ട്. ഈ മുൻഗണ മാധ്യമങ്ങള് എല്ലാം അങ്ങ് സത്യം അറിഞ്ഞിട്ടല്ലല്ലോ, അവരും അവരുടെ റേറ്റിംഗ് നോക്കിയിട്ടല്ലേ. എനിക്കൊന്ന് കുറച്ചുകൂടി ഇപ്പൊ കുറച്ചുകൂടെ മര്യാദക്കാര് യൂട്യൂബേഴ്സും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വാർത്തകൾ ചെയ്യുന്ന ആളുകളും മറ്റവരെന്ന് വെച്ചാൽ മത്സരം, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് എടുത്തു വെച്ചിട്ട് അങ്ങ് അടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ സത്യാത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വന്നെങ്കിൽ ക്ഷമിക്കുക. രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടത് ഒരു ചുമന്ന കാറിലാണെന്നൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് ആണെങ്കിൽ ഓക്കെ, സമ്മതിക്കുന്നു. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിനിമാ നടിയെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്താൽ നമ്മൾ മലയാളികൾ പിന്നെ അതിൽ നമ്മളൊരു കഥയൊക്കെ ഉണ്ടാക്കി ആ സിനിമാ നടിയുടെ പടമൊക്കെ ഇട്ട് അങ്ങനെ അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കും. ഇത് യൂട്യൂബറുകാര് അല്ല ഒന്നും ചെയ്തല്ല, എറിഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ ശരിക്കും അങ്ങനെ ആണോ അല്ലയോ ഇതുവരെ അങ്ങനെ വന്നിട്ടുണ്ടോ? ആണെന്ന് കൺഫേം ചെയ്തില്ല. ഈ കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചുവന്ന വാഹനം ഒരു സിനിമാ നടിയുടെ പേരിട്ട് കൊടുക്കും. അല്ല, അത് പോലീസ് അങ്ങനെ ഡിക്ലെയർ ചെയ്തോ? പോലീസ് അങ്ങനെ ഡിക്ലെയർ ചെയ്തല്ലോ ഓക്കെ, സിനിമാ നടിയുടെ ആണോ? പക്ഷെ എന്റെ അറിവിൽ വാർത്തകൾ വന്നോ മുഴുവൻ അങ്ങനെ വിവരം പോലീസിന് കിട്ടിയതായാണ് സൂചന. എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്.
പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നൽകിയിരിക്കുന്ന സൂചന ഇത്തരത്തിലൊന്നും ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ട്. ഡിക്ലറേഷൻ വന്നിട്ടില്ല. ഈ പോലീസ് കൊടുക്കുന്ന സൂചന എന്ന് പറയുന്നത്, അതെ, ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു, എനിക്കറിയാം എങ്ങനെയാണ് ഒരു വാർത്തയെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാഹനമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മലയാളികൾ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് വെച്ചിട്ട് അതിനെ ചൂഷണം ചെയ്യുകയാണെന്നുള്ളത്. മലയാളികൾ ഇത്തരത്തിൽ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ ഉള്ളവരാണ് അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങൾ ആസ്വദിക്കുന്ന ആരാണെന്ന് ഒരു മുൻകരുതൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്. അല്ല, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, അതിൽ നിന്ന് നമ്മൾ ചെറുപ്പക്കാരൊക്കെ പിന്മാറണം, ഇത് കാണാൻ നിൽക്കരുത്. അതെ, അതല്ലേ പറ്റുള്ളൂ. അല്ല, പക്ഷെ ഞാൻ നിങ്ങൾ കാണുന്നേ, നമ്മളിത് പറഞ്ഞാൽ ഈ ചർച്ച നിങ്ങൾ നോക്കിയോ, ഈ ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും. അതെ, എന്റർടൈൻമെന്റ് ചാനലുകളുടെ റേറ്റിംഗ് കുറവായിരിക്കും. അതേപോലെ ഹരിച്ചേട്ടൻ പത്തനാപുരത്ത്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പോ പത്തനാപുരത്ത് രാഹുൽ മാങ്കൂട്ട് അടൂരല്ലേ? അല്ല, ഹരിച്ചേട്ടൻ പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ പത്തനാപുരം കാര്യയെ പറ്റി ഒരു ചോദ്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആരെങ്കിലും അടുത്ത് നിൽക്കുന്നത്? കഴിഞ്ഞ 2 ദിവസങ്ങളുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ 2 ആർട്ടിസ്റ്റുകൾ പോയി. അതിൽ ഒരാള് എന്ന് പറയുന്നത് അനുശ്രീയാണ്, പത്തനാപുരത്തുകാരിയാണ്. അവരുടെ തൊഴിലിന്റെ ഭാഗമായി അവർ റെമ്യൂണറേഷൻ വാങ്ങിച്ചു പോയാണ്. എന്തിനാണ് സോഷ്യൽ മീഡിയയും ഈ പൊതുസമൂഹവും അവരുടെ ഫോട്ടോകളും ചിത്രങ്ങളും ചേർത്ത് വെച്ച് ഇത്തരത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ ആക്രമിക്കാവൂ ആരാണ്? ഇപ്പൊ ഞാൻ പോയാലും എന്റെ അവസ്ഥ അത് തന്നെയല്ലേ, സ്വാഭാവികം. അത് സ്ത്രീ ആയതുകൊണ്ടാണ്. സ്ത്രീ ആവുമ്പോൾ കുറച്ചുകൂടി ഞാൻ പറയില്ല, ഇതാണ് അതിന്റെ ഒരു ഇത്തരം കഥകൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്നോട് ഈ നേഷൻ ഫെസ്റ്റിൽ ഇരിക്കാൻ പറഞ്ഞപ്പോഴേ എന്റെ ഭയം, നമ്മൾ ഈ പൊളിറ്റിക്സ് കയറി സംസാരിച്ചാൽ ഇത് തീർന്നു, പിന്നെ നമ്മുടെ ഇടപാട് തീർന്നു. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി നമ്മൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ 2 സെൻസിബിൾ ആയിട്ട് വളരെ സംഭവം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് മതവും രാഷ്ട്രീയവും. ഇത് രണ്ടും ഭയങ്കര പ്രശ്നമാണ്. എന്ത് പറഞ്ഞാലും അത് വിഷയമായിട്ട് മാറും. അപ്പം അനുശ്രീയെ സംബന്ധിച്ച് അവരൊരു സിനിമാ നടിയാണ്, ചിലപ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോൾ പോവും. പക്ഷെ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തൂലായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും. അതാണ് ചേട്ടൻ ഒരു അസ്ട്രോളജറാണ്. അസ്ട്രോളജർ എന്ന നിലയിലാണ് എനിക്കൊക്കെ അത് അപ്പൊ അതിലേക്ക് കടന്നു വരുമ്പോൾ അപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവിയെ പറ്റി അതാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവിയെ പറ്റി എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാത്തിലും ഭാവി ഉണ്ടാവട്ടെ. നമുക്കിപ്പോ ഇത് ജ്യോതിഷത്തിലൂടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്ന് പറയുന്നതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പല സ്ഥലത്ത് പലരും നിൽക്കുന്നു, പലരും മത്സരിക്കുന്നു എന്നുള്ളത്. ഇപ്പോ അത് ജ്യോതിഷത്തിലൂടെ പ്രവചിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ഒബ്സർവേഷനുകളിലൂടെ ഇപ്പൊ നമുക്ക് ഈ 3 മുന്നണികൾ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത് കൊണ്ട് വോട്ട് ഇങ്ങനെ സ്പ്ലിറ്റ്. നേഷൻ ഫസ്റ്റിന്റെ ചർച്ചയിൽ വെച്ച് ഹരിപത്തനാപുരത്തിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വരുമെന്ന് ഉള്ളത് ഹരിപത്തനാപുരത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന അത് ഡിപ്ലോമാറ്റിക് അല്ലാതെ അങ്ങനെ പറയാൻ പറ്റുക? അതൊന്നും ചുമ്മാ പറയുന്നല്ലേ. ഇത് നിങ്ങൾ ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. അതുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു ചോദ്യം പോലും വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് പ്രവചനമാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാ. ശരിക്കും ഇതൊരു പ്രവചനമൊന്നുമല്ല. ഇത് പ്രവചിക്കാൻ അങ്ങനെ ലോകത്ത് ഞാനിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് ജയിക്കുമെന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് മറുപടിയാണ്, അല്ലാതെ ഒരു പ്രവചനം നടത്താനില്ല. ആര് മുഖ്യമന്ത്രിയാകും? രാശിയും കണക്ക്. ഈ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന MLA-മാർ തെരഞ്ഞെടുക്കുന്നത് ആരോ അയാൾ മുഖ്യമന്ത്രി. ഡിപ്ലോമാറ്റിക് അല്ല. ഇപ്പൊ കുറെ പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ മറ്റ് ഘടകങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഒരൊറ്റ കാര്യമാണ് എതിർപ്പുള്ളൊരു കാര്യം. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ മതസംഘടനകളുടെ നേതാക്കന്മാരെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോയി കാണുകയും കാല് പിടിക്കുകയും വീട്ടിൽ പോയിരിക്കുകയും ചെയ്യുന്നത് എനിക്ക് എതിർപ്പുള്ളൊരു കാര്യമാണ്. അത് മലയാളികളായ മതവിശ്വാസി ജാതി പിന്തുടരുന്നവരെയും ഈശ്വരവിശ്വാസികളെയും വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു മത നേതാവ് ഇരുന്നിട്ട് ഇന്നാ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോയി വോട്ട് ചെയ്യുന്ന വ്യക്തിത്വം ഇല്ലാത്തവരാണോ ഈ മതവിശ്വാസികൾ? അല്ലെങ്കിൽ ഇന്ന ജാതിയുടെ നേതാവ് ഇരുന്നിട്ട് ഇന്നാ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോയി വോട്ട് ചെയ്യുന്ന വ്യക്തിത്വം ഇല്ലാത്തവരാണോ ഈ ജാതി അംഗങ്ങളായിട്ടുള്ളവർ? അപ്പം ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിലൊക്കെ എനിക്കൊരു ഇത്തിരി വിയോജിപ്പുണ്ട്. അങ്ങനെയൊക്കെ പോയി നിങ്ങൾ എന്താ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അതിൽ അഭിപ്രായം ഇല്ല. അല്ല, അത് നിങ്ങൾ അഭിപ്രായം പറയാം. അങ്ങനല്ല ഞാൻ പറയുന്നത്. അപ്പൊ വ്യക്തികളെ ഞാൻ കുറച്ച് പേരുകൾ ചോദിക്കാം. വ്യക്തികളെ പറ്റി അങ്ങനെ അല്ല, ഇത് ഞാൻ എല്ലാരും നല്ലതെന്നേ പറയൂ. അങ്ങനല്ല. ഇപ്പം കുറെയെങ്കിലും കുറെ നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ ചാനൽ ഒരു
പൊളിറ്റിക്കൽ സമകാലിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഗസ്റ്റ് അങ്ങനത്തെ ആളല്ലാതായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യണം. ഞാൻ പറയട്ടെ, ഞാൻ ഇത് ഒരു അസ്ട്രോളജി പ്ലസ് പൊളിറ്റിക്കൽ ഒരു ബ്ലെൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചു പേരെങ്കിലും പൊളിറ്റിക്കൽ വിശ്വാസമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് കൺസൾട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ വരും. അല്ല പെട്ടെന്ന് അതൊന്നും ഇവര് ഞാൻ എന്റെ അടുത്ത് വരുന്നതൊന്നും ഒരിക്കലും രാഷ്ട്രീയത്തിൽ അതാവോ ഇതാവോ ഒന്നും ചോദിച്ചൊന്നുമല്ല. അല്ലാതെ വ്യക്തിപരമായി മക്കളുടെ കാര്യമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല എന്നോട് ഒന്നും ആരും അങ്ങനെ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങളൊക്കെ. അല്ലാതെ പൊളിറ്റിക്സിൽ ജയിക്കുമോ, ഇലക്ഷൻ അങ്ങനെയൊക്കെ എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ ട്രോൾ വിടത്തല്ലേ ഉള്ളൂ. എന്നോട് അങ്ങനെ സത്യം പറഞ്ഞ ആരും ചോദിക്കും. പിന്നെ എനിക്ക് എന്റെ അടുത്ത് നോക്കിക്കാനൊക്കെ വരുന്ന ഒത്തിരി ആളുകൾ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം വിജയിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞാൽ അങ്ങനെ പറയാം മോശമല്ലേ? അല്ല എന്നാലും ഇല്ല, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പേര് പറയുന്നേ മോശമല്ലേ? നിങ്ങൾ എന്ത് പറയുന്നത്? ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചിട്ട് അതേ പിന്നെ പറയാം. അല്ല നമ്മള് എന്നോട് വീഡിയോ ചെയ്ത് കൊടുക്കണം എന്ന് ഒത്തിരി പേര് പറഞ്ഞു. പക്ഷെ ഞാൻ പറയാം ആർക്കും ചെയ്തില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഒരാൾക്ക് ചെയ്താൽ പിന്നെ അടുത്ത ആൾക്ക് ചെയ്യണം. എന്തിനാണ് നമ്മൾ പൊളിറ്റിക്സിലേക്ക് പോകുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു വലിയ അപകടം. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മളെ കൊല വിളിച്ചാണ്. ഇപ്പൊ നമുക്ക് ശല്യമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹേറ്റേഴ്സ് കുറവാണ്. എല്ലാ പാർട്ടിക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ചിലര് വിചാരിക്കും ഞാൻ അവരുടെ ആളാണ്, ചിലർ വിചാരിക്കും. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഞാനൊരു കളം എടുക്കാം. അതായത് എല്ലാവരെ പറ്റിയും ചോദിക്കാം. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ തോന്നുന്ന, അല്ലെങ്കിൽ ചേട്ടൻ ഒരു അസ്യൂം ചെയ്യുന്നത് ചേട്ടന്റെ ഒരു കഴിവ് പൊളിറ്റിക്കൽ ഇതാണ്, ജ്യോതിഷമല്ല. അത് ജ്യോതിഷം, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ജ്യോതിഷം പ്ലസ് പൊളിറ്റിക്കൽ ബ്ലെൻഡ് ആണെന്നാണ്. പക്ഷെ നമുക്ക് ഈ ജ്യോതിഷത്തിൽ ഒരാളുടെ കാര്യം പറയണമെങ്കിൽ എന്ത് വേണം? അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, ജാതകം ഒക്കെ എടുത്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല അത്രയും നോയിങ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ല പക്ഷെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ആണെങ്കിൽ അതെനിക്ക് പറയാൻ കഴിയും. കാരണം അതിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ആസ്ട്രോളജിക്കൽ ഒബ്സർവേഷനാ പറയുന്നെങ്കിൽ എനിക്ക് അതിന് ഡോക്യുമെന്റ്സ് വേണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് മിസ്റ്റർ ചോദിക്കുന്നത്? ചുമ്മാ ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഞാനൊരു പൊളിറ്റിക്കൽ ജ്യോതിഷം ബ്ലെൻഡ് ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഭാവി അത് നല്ലതല്ലേ? ഭരിക്കട്ടെ. ഇനി തുടർന്ന് ഭരണം കിട്ടുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എല്ലാം ആശംസിക്കുന്നത്. അത്രേ പറയാം. ഹരിപത്തനാപുരം എന്താ ഡിപ്ലോമാറ്റ് എന്ന് വെക്കട്ടെ ഫ്രണ്ടില്. എനിക്ക് ഇവരെല്ലാം ഇഷ്ടമായി. വി ഡി സതീശൻ, പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ പിണറായി വിജയൻ, പിന്നെ ഞാൻ ഈ ഗോവിന്ദ മാഷിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സംസാരിച്ചിട്ടില്ലെങ്കിലും എന്റെ പണ്ടൊരു പുസ്തകമൊക്കെ ഞാൻ കൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും. പിന്നെ കെ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ BJP പ്രസിഡന്റിനെ എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് വളരെ അടുപ്പമുള്ളതാണ് നമ്മുടെ സന്ദീപ് വാചസ്പതി. അവരൊക്കെ നല്ല പിള്ളേരാണ്, നല്ല ആളുകളാണ്. എല്ലാം ഇവരെല്ലാം ഭാവി സേഫാണ്. അവരുടെ ഒന്നും ഭാവിയൊന്നും നോക്കാനല്ല കേട്ടോ, അങ്ങനെ വന്നൊന്നുമല്ല. അവരൊക്കെ അല്ലാതെ നമ്മളുമായിട്ട് അടുപ്പമുള്ളവരും സംസാരിക്കുന്നവരുമാണ്. അപ്പൊ ഡിപ്ലോമാറ്റിക് നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ ആര് തുടർഭരണം വരുമോ? അതോ തുടർഭരണം? ഞാൻ പറയുന്നു തുടർഭരണം LDF 3.0 എന്ന് പറയുന്ന ഒരു തുടർഭരണമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുന്നത്. അത് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അല്ല. പക്ഷെ ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ഹരിപത്തനാപുരം എന്ന വ്യക്തിയെടുത്ത് ചോദിക്കുമ്പോൾ ജ്യോതിഷത്തിന്റെ ജ്യോതിഷത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ലെന്നേ. അങ്ങനെ പറയണേ. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് വെച്ചു. അപ്പൊ മറ്റേ സ്ഥാനാർത്ഥികളുടെ സമയം നമുക്ക് നോക്കണ്ടേ? ആ സ്ഥാനാർത്ഥികൾക്ക് മോശമെങ്കിലല്ലേ ഇങ്ങനെ ജയിക്കുള്ളൂ. അല്ല ഇതിന് കൃത്യമായ അളവ് അങ്ങനൊന്നുമില്ല. അങ്ങനെ അതേ പറയാം, അത് പറയാൻ പറ്റില്ലെന്ന്. ഇതൊന്നും സത്യത്തിൽ ഇതൊരു പ്രഡിക്ഷൻ അല്ല ആക്ച്വലി. അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജ്യോതിഷം പ്രഡിക്ഷൻ ആണെങ്കിൽ പിന്നെ അമ്പലത്തിന്റെ ആവശ്യം എന്താ? പരിഹാരം പറയുന്നത് എന്താ? വഴിപാടുകൾ നടത്തുക എന്നുള്ളതല്ലേ. അമ്പലത്തിൽ പോയി എന്ന് വെച്ചാൽ കണ്ണി കൊള്ളാനുള്ള പുരോഗതി കൊണ്ടുപോയി എന്നുള്ളത് പോലെ. മനസ്സിലായി? അതുകൊണ്ട് പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ പോലെ ആരും അപവാദങ്ങളിലൊന്നും പെടാതെ നല്ല പൊളിറ്റിക്കൽ. ഞാൻ ഈ രാഹുൽ മാവോട്ടായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷെ എന്ത് തോന്നുന്നു അദ്ദേഹത്തിന്റെ സമയം എങ്ങനെയായിരിക്കും? അപ്പൊ നല്ല മോശമാണെന്ന് തോന്നുന്നു എനിക്ക്. നാളെ അറിയത്തില്ല. അതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയില്ല. മോശം സമയമാണ്. അല്ല ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നം വന്നിട്ടേ പുറകെ പ്രശ്നങ്ങൾ വരുമല്ലേ. പാവം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജ്യോതിഷത്തെ കച്ചവടവൽക്കരിക്കുന്നു എന്ന് പറയുന്നു. ചേട്ടൻ്റെ ഇന്റർവ്യൂകൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ദിവസം വേണമെങ്കിൽ 3 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ചേട്ടൻ്റെ രണ്ട് മൂന്ന് രസകരമായ വീഡിയോകൾ ഇതിനു മുമ്പ്, അതാണ് ഏറ്റവും കൂടുതൽ റീച്ചിൽ ഞാൻ കണ്ടിരിക്കുന്നത്. ട്രൂ കോളറിൽ മോഹൻ എന്ന് പറയുന്ന ആൾ വിളിക്കുന്നതും അതിൽ കാറ്ററിംഗ് എന്ന് എഴുതി കാണിക്കുന്നതും അത് വെച്ച് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അദ്ദേഹം എക്സൈറ്റഡ് ആവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ആംബുഷ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിരുന്ന പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അല്ല ഞാൻ പറയട്ടെ, ഇപ്പം ഈ
ഇത് വേണമെങ്കിൽ പറയാം മറ്റത് ഒരു മാർക്കറ്റിംഗ് അല്ലേ എന്ന് പറയാം. നിങ്ങൾ എന്നോടുള്ള ഒരു മാന്യത കൊണ്ടാണ് അത് ചോദിക്കാതിരുന്നത് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ വായിൽ വന്ന ഒരു സാധനം നിങ്ങൾ വേറെ രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യല്ലേ എന്നുള്ളതാണ്. നമ്മളൊരു കാര്യത്തെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ചോദിക്കാം. എനിക്കതാ ഇഷ്ടം, അങ്ങനെ ചോദിക്കുന്നതാണ് മനസ്സിലായി. തേനിൽ ചാലിച്ച് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് മാർക്കറ്റ് ചെയ്യുന്നത്? നമുക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടാകാനാണ്. മനസ്സിലായി? ഇപ്പൊ എന്നെ കാണാൻ ഒരു 10 or 20 പേര് വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരാളോട് പോലും എനിക്ക് ഇത്ര രൂപ തരണം എന്ന് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ, നമ്മൾ തമ്മിൽ ഈ ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ ചോദിച്ചു മേടിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ അപ്പുറത്ത് എനിക്ക് ചോദിച്ചു മേടിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്നെ കാണണമെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പം ഈ ചാനലിലൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ എന്റെ പാണ്ഡിത്യം കൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഈ നിമിഷം വരെ ഒരാളോട് പോലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടാകണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലത് മറ്റേതാണ്. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ എന്താണ്, ഒരു വിശ്വാസി എന്റെ അടുത്ത് ഒരാൾ വരുന്നത് ലോട്ടറി അടിച്ചെന്ന് പറയാൻ വരത്തില്ല, ശമ്പളം കൂടി കിട്ടിയെന്ന് പറയാൻ വരത്തില്ല. വരുന്നത് എന്തിനാണ്? അവരുടെ വിഷമങ്ങൾ പറയാനാണ് വരുന്നത്. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇവരെ കുറച്ചുകൂടെ പേടിപ്പിച്ചിട്ട് കുറച്ച് പൈസ കൊണ്ട് തരൂ, ഞാൻ അതെല്ലാം ചെയ്തു തരാം. സംശയം ചോദിച്ചോട്ടെ, സമാധാനം കൊടുക്കുക എന്ന് പറയുന്നു, അതിനൊരു കൃത്യമായ ഒരു കൗൺസിലറുടെ ജോലി ചെയ്താൽ പോലെ. അല്ല, ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു കൗൺസിലറുടെ ജോലി കൊണ്ട് അവർക്ക് കിട്ടത്തില്ല. നമ്മൾ ഇപ്പൊ എന്റെ അടുത്ത് ഒരു ജ്യോതിഷം നോക്കാൻ വരുന്ന ആൾക്ക് ജ്യോതിഷ നിയമങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പൊ അവരോട് കണ്ടകശനിയാണെന്ന് പറഞ്ഞാൽ അത് എന്ന് മാറും എന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ആക്ച്വലി നിങ്ങൾ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ വേണമെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമൊക്കെ ഒരു കൗൺസിലിംഗ് പോലെ വരുന്ന ആൾ എനിക്ക് വലിയ പ്രശ്നമാണ്, ഇതൊരിക്കലും തീരത്തില്ലയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തീരത്തില്ല എന്നില്ല, അത് തീരും. അത് തീരുന്നു എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു ആശ്വാസമാണ്. 2 രീതി ചെയ്യാം. ഒരു ഹോമം ഒക്കെ ചെയ്ത് ഞാൻ മാറ്റി തീർത്തു തരാന്ന് പറയാം, ഒരു 50,000 രൂപ കൊണ്ടുവരാന്ന് പറയാം, കൊണ്ടുവരുന്നേ. അപ്പൊ എനിക്കിത് പറയുന്നതിൽ മറ്റത് പറയുന്നതാണ് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ നേഷൻ ഫെസ്റ്റ് ഇപ്പൊ അത്യാവശ്യം ഭയങ്കരമായിട്ട് ആളുകൾ കാണുന്ന ഒരു ചാനലാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് വന്ന ഒരാൾക്ക് വേണമെങ്കിൽ, അല്ല നീ എന്നോട് ഇത്ര രൂപ ചോദിച്ചു എന്ന് തെളിവ് സഹിതം, ഇതെല്ലാവരും റെക്കോർഡിംഗ് ആണ്. ഒരു മൊബൈൽ കൊണ്ടുവച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വിത്ത് പ്രൂഫ്, അല്ലാതെ വേണേ ആരോപിക്കാമേ, വിത്ത് പ്രൂഫ് ആണ് എന്റെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സൗണ്ടാണ്, നീ എന്നോട് ചോദിച്ചു ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇട്ടുകൂടി. അപ്പൊ ഇത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ വന്ന് പറയുന്നത്. എനിക്കിതേ ഉള്ളൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരെ ചൂഷണം ചെയ്യാതെ മര്യാദയ്ക്ക്, അല്ലാതെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് ചെയ്യാന്നുള്ളതാണ്. ഈ ജ്യോതിഷ മേഖലയിൽ ഒരുപാട് പുഴുക്കുത്തുകളില്ലേ കേട്ടോ, അതിന് കുറവാ. എന്നാലും തട്ടിപ്പ് മുക്കിന് ഇപ്പോൾ ജ്യോതിഷാല ഇഷ്ടംപോലെ വരുന്നത്. കാരണം എന്താ പറയുക, ഇതിലൊരു പ്രശ്നം, കൂൺ മുളച്ചു വരുന്ന ഇതിനകത്തൊരു പ്രശ്നം, ഈ നമുക്കിപ്പം ഒരാൾക്ക് ഈ ഒരു ഉദാഹരണം പറയാം. ഒരു 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 ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത ഒരാൾ വേറൊരു മതവിശ്വാസി, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, ഒരു കള്ളനാണെന്നിരിക്കട്ടെ, ഒരു കുഴപ്പക്കാരനാണെന്നിരിക്കട്ടെ, അയാൾക്കൊരിക്കലും ഒരു ഉസ്താദിന്റെ വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാം മതവിശ്വാസിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉസ്താക്കന്മാർ കളിപ്പിക്കുന്നവരുണ്ടാവാം, പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു ഉസ്താദിന്റെ വേഷം കെട്ടിക്കൊണ്ട് ഒരു ഇസ്ലാം മത വിശ്വാസിയെ കളിപ്പിക്കാൻ പറ്റില്ല. എന്താ അറിയോ? അപ്പൊ അവരുടെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നാ യാസിൻ ഓതാന്ന് പറയുമ്പോൾ യാസിൻ വൽ ഖുറാനിലക്കും ഇന്നക്കലമൽ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ ശ്ലോകൻ. ഇത് ചൊല്ലുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും ഇവനിതേ പറ്റി അറിയത്തില്ലെന്ന്. കാരണം അവർക്കറിയാം ഖുറാനിൽ എന്താ പറയുന്നത്, ഏതായത്താണ്, എങ്ങനെയാണ് ദുആ ചൊല്ലുന്നത്, എങ്ങനെയാണ് ദിക്ർ ഓതുന്നത്, അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പുറത്തുള്ളൊരു വേറൊരു മതവിശ്വാസിക്ക് ഒരു പള്ളിയിലച്ഛന്റെ വേഷം കെട്ടിക്കൊണ്ട് ഒരു ക്രിസ്തു മതവിശ്വാസിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ ഉള്ളവർ കളിപ്പിക്കുന്നുണ്ടാവും, പുറത്തുള്ള ഒരാൾക്ക് പാടാം. ഇപ്പൊ സങ്കീർത്തനം ചൊല്ലാം, ഇപ്പൊ 91 സങ്കീർത്തനം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുകയും സർവശക്തന്റെ തണലിൽ കഴിയുകയും ചെയ്യുന്നവൻ കർത്താവിനോടെന്ന് പറഞ്ഞിട്ട് 91 സങ്കീർത്തനം ചൊല്ലുന്നത് കേൾക്കുമ്പോൾ, ആ സ്ലാങ് കേൾക്കുമ്പോൾ അവിടുത്തെ കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും ഇവൻ പള്ളിയിലച്ഛനല്ലെന്ന്. കാരണം എന്താ? അവർക്ക് അതേപ്പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് കള്ളനും ഏത് കൊലപാതകിക്കും ഏത് നരബലി നടത്തുന്ന ഷാഫിക്കും ഒരു ജോത്സ്യന്റെ വേഷം കെട്ടാം. വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വിശ്വാസി ആ വസുപഞ്ചകത്തിൽ 1 ഇഞ്ചാവുണ്ട്, 5-ൽ 1 ഇഞ്ചാവുണ്ട്, അപ്പൊ കറക്റ്റാണ്, പരിഹാരം 50,000 രൂപ കൊടുത്തേക്കാന്ന്. 5 5 കൊഞ്ച് പഞ്ചാറിൽ അത് കുഞ്ചു മറ്റേ സിനിമയിൽ പറയുന്ന പോലെ 3 കിങ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ സമാനമായ. അപ്പൊ ഇത് വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേര് മരിക്കുമെന്ന് ജ്യോതിഷത്തിലില്ല, ഒരു ഗ്രന്ഥത്തിലും ഇല്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ അതിൽ ഇഞ്ചാവും ഇതിൽ ഇഞ്ചാവും. അപ്പൊ എന്തും പറയാമെന്നുള്ള നിലയിലേക്ക് ഈ ജ്യോതിഷത്തെ മാറ്റിയത്. യൂട്യൂബിൽ നിങ്ങളിപ്പോ കയറി നോക്കൂ, മുഖമില്ലാത്ത കുറെ പോസ്റ്റുകൾ, അവിഹിത ബന്ധമുള്ള ഭർത്താക്കന്മാരുടെ നക്ഷത്രങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വിശ്വാസിയായ ഒരു ഭാര്യ ഈ യൂട്യൂബിൽ കയറിയിട്ട് അവിഹിത ബന്ധമുള്ള ഭർത്താവിന്റെ എന്ന് പറയുമ്പോൾ ഇവരുടെ ഭർത്താവിന്റെ നാൾ അതിൽ വന്നാൽ
എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ കലഹമായിരിക്കും. ആ ഇത് മോശല്ലേ? ഇതൊരു ഇസ്ലാം മതത്തിന്റെ പേരിൽ എന്താ ഇല്ലാത്ത? എന്താ ഒരു ക്രിസ്തു മതത്തിന്റെ പേരിൽ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു സാധനം യൂട്യൂബിൽ ഇല്ലാത്ത? ഇത് കുറച്ച് ജ്യോത്സ്യന്മാർ കൊടുക്കുന്നതാണ്. അവർ കയറി ഇടുന്ന എന്തും ഇതാണ്, അതും ശരിയാണ്, ഇത് പറഞ്ഞാൽ ഇതും എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതിനൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ടേ പറയാവൂ. പക്ഷെ ഇതാർക്കും പറയാം. അതല്ലെന്ന് പറയുന്നവൻ ഇപ്പൊ ആയില്യം നക്ഷത്രത്തിന് അയൽദോഷം ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ജ്യോതിഷത്തിലില്ല. അതില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കാരണം അവർ വിശ്വസിച്ചിരിക്കുന്നത് മറ്റേതാ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കണക്കുകളുടെ ശാസ്ത്രമല്ലേ? കണക്കുകളാണ് മൊത്തം ഗ്രഹനില എടുക്കുക. പിന്നെ പക്ഷെ അതിനൊരു രീതി ഉണ്ടെന്നേ. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം എന്ന് ചെയ്ത് എന്തും പറയാം. ഇപ്പൊ നാളെ നിങ്ങൾക്ക് ഇരിക്കാപ്പാ. കാരണം നിങ്ങൾ അത്യാവശ്യം സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾ നല്ല ചിരിയാണ്, നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഇരുന്നിട്ട് ജോലിച്ചരാന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കാമെന്നുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റിയത് ഈ പറയുന്ന കുറച്ച് തട്ടിപ്പുകാർ, വളരെ കുറച്ച് തട്ടിപ്പുകാരാണ്. കൂടുതൽ ആളുകൾ നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. മനസ്സിലായോ?